അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്തുകിടത്ത് നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിൽ കൊൽക്കത്തയിൽ സാമുദായിക സൗഹാർദ്ദ റാലിയുമായി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി. രാമക്ഷേത്രത്തിലേക്ക് പോകില്ലെന്ന് വ്യക്തമാക്കിയ മമത അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണെന്നും ചോദിച്ചു. അന്നേ ദിവസം കൊൽക്കത്തയിലെ കാളിഘട്ട് ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയ ശേഷമായിരിക്കും സർവമത റാലി നടത്തുക. റാലിയിൽ മതനേതാക്കളും സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ള ആളുകളും പങ്കെടുക്കും. ഹസ്രയിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കൊൽക്കത്തയിലെ പാർക്ക് സർക്കസ് മൈതാനിയിൽ സമാപിക്കും. നിങ്ങളിൽ പലരും എന്നോട് രാമക്ഷേത്രത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും പറയാനില്ല. അന്നേ ദിവസം ഞാൻ ആദ്യം കാളി മന്ദിർ സന്ദർശിക്കും. ജനുവരി 22-ന് ഹസ്രയിൽ നിന്ന് ആരംഭിച്ച് പാർക്ക് സർക്കസ് മൈതാനത്ത് അവസാനിക്കുന്ന സർവമത റാലിയും പൊതുസമ്മേളനവും നടക്കും. വഴിമധ്യ മസ്ജിദുകൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ, ഗുരുദ്വാരകൾ എന്നിവയൊക്കെ സന്ദർശിക്കും. റാലിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ മതങ്ങളിലുമുള്ള ആളുകൾ അവിടെ ഉണ്ടാകും, മമത പറഞ്ഞു. അന്നേ ദിവസം പാർട്ടി അംഗങ്ങൾ എല്ലാ ജില്ലകളിലും വൈകിട്ട് 3-ന് റാലി നടത്തും. എല്ലാ മതങ്ങളും തുല്യരാണ് എന്ന പ്രമേയത്തിലുള്ള സംപ്രീതി റാലിയായിരിക്കും അത്. രാമന്റെ പ്രാണപ്രതിഷ്ഠ തങ്ങളുടെ ജോലിയല്ല, അത് സന്യാസികളുടെ ജോലിയാണ്. രാഷ്ട്രീയക്കാർ എന്ന നിലയിൽ തങ്ങളുടെ ജോലി അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നതാണെന്നും താൻ അത് ചെയ്യുമെന്നും മമത കൂട്ടിച്ചേർത്തു. അതേസമയം രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് UP മുൻ PCC അധ്യക്ഷൻ നിർമ്മൽ ഖാത്രി അറിയിച്ചു. രാമഭക്തനാവുന്നത് ഒരു തെറ്റല്ല, ഈ ഭക്തിയിൽ താൻ അഭിമാനിക്കുന്നുവെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് താൻ എതിരാണെന്നും ഖാത്രി പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, അധീർ രഞ്ജൻ ചൗധരി എന്നിവർ പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം നേരത്തെ നിരസിച്ചിരുന്നു. BJPയും RSSും പ്രതിഷ്ഠാ ചടങ്ങ് മോദിയുടെ രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയത് കൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നേതാക്കൾ പങ്കെടുക്കില്ലെന്നാണ് പാർട്ടി പറഞ്ഞതെന്നും എന്നാൽ മറ്റാരും പങ്കെടുക്കരുതെന്ന് നിർദ്ദേശമില്ലെന്നും നിർമ്മൽ ഖാത്രി പറഞ്ഞു. അതിനിടെ നിലവിലെ PCC അധ്യക്ഷൻ അജയ് റായ് അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം അയോധ്യ സന്ദർശിച്ചിരുന്നു. സരയൂ നദിയിൽ സ്നാനം ചെയ്ത നേതാക്കൾ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്തു. അവിനാശ് പാണ്ഡെ, ദീപേന്ദർ ഹൂഡ, അഖിലേഷ് പ്രതാപ് സിംഗ് തുടങ്ങിയവരാണ് അയോധ്യയിലെത്തിയത്.